ഒരാളുടെ ജീവിതത്തിൽ സായി ഏത് സമയത്ത് എത്തപ്പെടുന്നു അല്ലെങ്കിൽ നാം അറിയാതെ തന്നെ നമ്മെ അദ്ദേഹത്തിൻ്റെ വഴിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്ന് ഒരിക്കലും മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. നാം അറിയാതെ നമ്മെ അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുന്ന അനുഭവം അനുഭവിച്ചറിഞ്ഞ ശ്രീ രമ്യാജി കണ്ണൂരിൽ നിന്നും നമ്മോട് പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ. നമസ്തേ സായിറാം. എൻ്റെ പേര് രമ്യ. ഞാൻ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് പൂക്കോട് എന്ന ഗ്രാമത്തിൽ താമസിക്കുന്നു. ബാബയെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്നവരുടെ ഇടയിലേക്ക് ബാബയിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവത്തെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ അനുഭവം ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ബാബയിലേക്ക് എത്തിയ കാരണത്തെപ്പറ്റി തന്നെ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 2008 മുതൽ ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് SBI ലൈഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ SBI ലൈഫിലെ പ്രീമിയം ചെക്ക് വഴിയോ DD വഴിയോ മാത്രമേ നമുക്ക് പ്രീമിയം പേയ്മെൻറ്റ് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെ ക്യാഷ് ആയിട്ട് പ്രീമിയം കസ്റ്റമേഴ്സ് ഏൽപ്പിച്ചാൽ അത് DD ആയി ഓഫീസിൽ എത്തിക്കേണ്ട ഡ്യൂട്ടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മിക്കപ്പോഴും DD എടുക്കാൻ വേണ്ടി എൻ്റെ നാട്ടിലെ പൂക്കോട് ഗ്രാമീണ ബാങ്കിൽ എത്താറുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ചീഫ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള മാം എന്നെ പതിവായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഞാൻ വഴി SBI ലൈഫിലെ ഒരു പോളിസി എടുക്കുകയുണ്ടായി. അപ്പോൾ അന്ന് മുതൽ അവരെൻ്റെ കസ്റ്റമർ ആയതുകൊണ്ട് അന്ന് മുതൽ അവരുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിനുശേഷം 2016 ഞാൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിലെ ലൈസൻസ് കൂടി എടുക്കുകയുണ്ടായി. അപ്പോൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൽ എൻ്റെ ഫസ്റ്റ് പോളിസി എൻ്റെ ഫസ്റ്റ് കസ്റ്റമറായിട്ട് വന്നത് ഈ മാം ആയിരുന്നു. അവർ 2016 പോളിസി എടുത്തു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും പ്രീമിയം അടച്ചുകൊണ്ടിരിക്കവേ 2021 ജൂണിൽ അവരുടെ പ്രീമിയം അടച്ചപ്പോൾ അവർക്ക് പോളിസി ഡോക്യുമെൻ്റ് വീട്ടിൽ എത്തിക്കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, പോളിസി ഡോക്യുമെൻ്റ് എത്തിയിട്ടില്ല എന്ന്. അപ്പോൾ അതിനുശേഷം ഞാൻ ഓഫീസിലെത്തി ഡെസ്പാച്ച് ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചു സ്പീഡ് പോസ്റ്റിൻ്റെ. അപ്പോൾ സെൻഡ് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അതിൻ്റെ ബേസിൽ മാമിൻ്റെ നാട്ടിലെ പോസ്റ്റ് ഓഫീസിൽ അന്വേഷിക്കുകയുണ്ടായി എന്ത് കാരണത്താലാണ് ഈ ഡോക്യുമെൻ്റ് വീട്ടിലെത്തി കിട്ടാത്തതെന്ന്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടില്ല എന്നാണ് അവിടെ നിന്നും അറിയാൻ പറ്റിയത്. അപ്പോൾ മാം പറഞ്ഞു മറ്റെല്ലാ പോസ്റ്റലായിട്ടുള്ള കാര്യങ്ങളും അവരുടെ വീട്ടിലെത്തി കിട്ടിയിട്ടുണ്ട്, ഈ ഡോക്യുമെൻ്റ് മാത്രമേ എത്താതെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം കാരണം വ്യക്തമായിട്ടില്ല എങ്കിലും രണ്ടാമതും ഞാൻ മാമിൻ്റെ പോളിസി ഡോക്യുമെൻറ്റിന് ഓഫീസിൽ റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ പോളിസി ഡോക്യുമെൻ്റ് റീഇഷ്യൂ ചെയ്തു മാമിൻ്റെ. അവിടുന്ന് പിന്നെയും സെൻഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഡോക്യുമെൻറ്റിന് വേണ്ടി മാം വെയിറ്റ് ചെയ്തു. പിന്നീടും മാം അറിയിച്ചു രണ്ടാമത് അയച്ചിട്ടുണ്ട് എങ്കിൽ ഡോക്യുമെൻ്റ് വീണ്ടും കിട്ടിയിട്ടില്ല, മറ്റുള്ള പോസ്റ്റലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലെത്തുന്നുണ്ട്, നിങ്ങളുടെ ഡോക്യുമെൻ്റ് മാത്രമേ കിട്ടാതെയുള്ളൂ. അപ്പം ഞാൻ ഓഫീസിലെത്തി ചെക്ക് ചെയ്തു, മാമിൻ്റെ അഡ്രസ്സൊക്കെ ചെക്ക് ചെയ്തു. ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കാരണം 2016 മുതൽ സ്റ്റാർ ഹെൽത്തിൻ്റെ കസ്റ്റമറാണ് മാം. അതുവരെ 20 വരെ പോളിസി ഡോക്യുമെൻറ്റും മറ്റെല്ലാ ഇടപാടുകളും സ്റ്റാർ ഹെൽത്തിൽ നിന്നുള്ള മറ്റെല്ലാ ലെറ്റർ ഇടപാടുകളും മാമിന് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇൻറ്റിമേഷൻ ലെറ്റർ പോലെയുള്ള കാര്യങ്ങൾ. പക്ഷേ 21 പ്രീമിയം അടച്ചപ്പോഴുള്ള ഡോക്യുമെൻ്റ് മാത്രമാണ് കിട്ടാതെ ആയത്. അപ്പോൾ അത് അഡ്രസ്സിൽ മിസ്റ്റേക്കൊന്നും ഇല്ല എന്നും നമ്മൾ വെരിഫൈ ചെയ്തു. അപ്പോൾ ആ കാര്യം അറിയിച്ചപ്പോൾ എന്ത് കാരണത്താലാണ് അവിടെ ഡോക്യുമെൻ്റ് എത്താത്തത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം മാം നിർബന്ധമായും ഡോക്യുമെൻ്റ് കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ തവണ ഞാൻ ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്തു മാമിൻ്റെ ഡോക്യുമെൻറ്റിന് വേണ്ടി. അപ്പോൾ മാം പറയണ്ടായി ഇനി പോസ്റ്റലായിട്ട് അയക്കരുത്, ഡയറക്റ്റ് വീട്ടിൽ എത്തിച്ചു കൊടുക്കണമെന്ന്. അപ്പം ഞാൻ മൂന്നാമത്തെ തവണ പോളിസി ഡോക്യുമെൻ്റ് എടുത്തിട്ട് മാമിൻ്റെ വീട്ടിൽ കൈയോടെ എത്തിച്ചു കൊടുത്തു. അപ്പം അന്ന് ഞാൻ മാമിൻ്റെ വീട്ടിലെത്തിയപ്പോൾ മാം എന്നെ വളരെ ശ്രദ്ധിച്ചു. പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ മാം പറഞ്ഞു, രമ്യ എന്താണ് ഇങ്ങനെ വല്ലാതെ ആയിരിക്കുന്നത്? കാരണം 2008 മുതൽ മാം എന്നെ കാണുന്നതാണ്. അപ്പോൾ 2021 മാം എന്നെ അന്ന് കണ്ടപ്പോൾ ഞാൻ വളരെ ഒരു ആരോഗ്യപരമായിട്ട് എൻ്റെ ഹെൽത്ത് വളരെ മോശമായിട്ട് എന്നെ കണ്ടു.
എൻ്റെ രൂപത്തെ വളരെ മോശമായ നിലയിൽ മാം കണ്ടതുകൊണ്ട് എന്താണ് ഞാൻ ഇങ്ങനെ ആവാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള മാനസികമായിട്ടുള്ള കുറച്ച് വിഷമങ്ങളുണ്ടായിരുന്നു. ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള നിലയിൽ ജീവിച്ചു പോകുമ്പോഴുള്ള ഒരു വിഷമങ്ങൾ കുറച്ചുണ്ടായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കുറച്ച് ഞാൻ മാമിനോട് ഷെയർ ചെയ്യുണ്ടായി. അപ്പോൾ മാം എനിക്ക് ഒരു കാര്യം പറഞ്ഞു തന്നു. ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ബുക്ക് തരാം, അത് രമ്യ വായിക്കൂ. ആ ബുക്ക് വായിച്ചാൽ തീർച്ചയായിട്ടും നല്ല ഒരു ഫലം കിട്ടും, നന്നായിട്ട് ഒരു മാറ്റം ഉണ്ടാകും രമ്യക്ക്, തീർച്ചയായിട്ടും അത് വായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബുക്ക് എടുത്ത് മാം എനിക്ക് തരികയുണ്ടായി. അത് തരുമ്പോൾ മാം പ്രത്യേകം പറഞ്ഞിരുന്നു ആ ബുക്ക് മാമിന് തന്നെ തിരിച്ചു കൊടുക്കണം. അത് തിരിച്ചു കൊടുക്കുമ്പോഴേക്കും എനിക്ക് പുതിയൊരെണ്ണം വാങ്ങിത്തരാമെന്നും മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാമിൻ്റെ കയ്യിൽ നിന്നും ആ ബുക്ക് വാങ്ങിയിട്ട് വീട്ടിലെത്തിയ ശേഷം മാം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ആ ബുക്ക് എനിക്ക് തന്നത് ഒരു ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ മാം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, രമ്യ ഈ ബുക്ക് ഇന്ന് വായിച്ചു തുടങ്ങണ്ട, വ്യാഴാഴ്ച മുതൽ വായിച്ചു തുടങ്ങിക്കോളൂ. വ്യാഴാഴ്ച വായിച്ചു തുടങ്ങിയിട്ട് അടുത്ത ബുധനാഴ്ച ആകുമ്പോഴേക്ക് തീർക്കണം. 7 ദിവസം കൊണ്ട് പാരായണം ചെയ്ത് തീർക്കുന്ന വിധത്തിൽ അത് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോഴാണ് കൂടുതൽ ഫലസിദ്ധി ഉണ്ടാവുക എന്ന് പറഞ്ഞു. ആ ബുക്ക് സായി സച്ചരിതായിരുന്നു. അപ്പോൾ ഞാൻ മാം പറഞ്ഞതിനനുസരിച്ച് വ്യാഴാഴ്ച മുതൽ ആ ബുക്ക് വായിച്ചു തുടങ്ങി. എന്നെ സംബന്ധിച്ചിട്ട് ഒട്ടും അറിവില്ലാത്ത ഒരു കാര്യമായിരുന്നു ഷിർദി ബാബ എന്ന വ്യക്തിയെ പറ്റിയിട്ട്. കാരണം ഞാൻ വളരെ 19 വർഷം മുമ്പ് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ പൂജാമുറിയിൽ ഈ ഷിർദി ബാബയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരാണിത്, ഈ ഒരു മനുഷ്യനെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ആരാണിത് എന്ന് ചോദിച്ചപ്പോൾ ഇവരെ അറിയില്ലേ, ഇതാണ് ഷിർദി ബാബ എന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാരെ എനിക്ക് ബാബയെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ബാബയിൽ ഒട്ടും തന്നെ താല്പര്യമായിരുന്നില്ല. അപ്പോൾ ഈ ബാബയുടെ ഈ സച്ചരിത എന്നെ ഏൽപ്പിച്ചപ്പോൾ അത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് തീരെ പരിചയമില്ലാത്ത വാക്കുകൾ വായിച്ചു തുടങ്ങിയപ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നി വായിച്ചു തീർക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ എത്രയായാലും ഞാൻ അതിൽ എന്തോ കാരണത്താൽ വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് വായിക്കുമ്പോഴും ഞാൻ മാമിനെ വിളിച്ചു, മാമിൻ്റെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു വായിക്കുമ്പം ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ മാം പറഞ്ഞു, കൂടുതൽ ശ്രദ്ധിക്കാൻ നിൽക്കണ്ട, എത്ര വായിച്ചാലും പുതിയ അറിവുകളാണ് അതിൽ നിന്നുണ്ടാവുക. അതുകൊണ്ട് പെട്ടെന്നൊന്ന് വായിച്ചിട്ട് 7 ദിവസം കൊണ്ട് അത് തീർക്കാൻ നോക്കൂ. എന്നാലും ഞാൻ കുറേയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അത് ഞാൻ പാരായണം ചെയ്യുകയുണ്ടായി. അങ്ങനെ അത് 7 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. ഒരു ബുധനാഴ്ച രാത്രി, അതിൻ്റെ അടുത്ത ബുധനാഴ്ച രാത്രി തന്നെ ഞാനത് പൂർത്തിയാക്കി. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ബാബയുടെ സമാധിയുടെ ആ ചാപ്റ്റർ വായിച്ചപ്പോൾ അതിൽ ഒക്ടോബർ 15 ബാബ സമാധി ആയിരിക്കുന്നത് എന്ന് കണ്ടു. അപ്പം ഞാൻ ഭയങ്കര ആശ്ചര്യപ്പെട്ടു പോയി. കാരണം ഒക്ടോബർ 15 എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മാസത്തിലാണ് ഈ ബുക്ക് എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നത്. കാരണം ജൂണിൽ പ്രീമിയം പേയ്മെൻറ്റ് നടത്തിയിട്ട് 2 തവണ ഡോക്യുമെൻ്റ് കിട്ടാതെ വെയിറ്റ് ചെയ്തിട്ടാണ് ഒക്ടോബറിൽ ഞാൻ ഈ ഡോക്യുമെൻ്റ് 3ാമത് പ്രിൻ്റ് എടുത്തിട്ട് മാമിന് ബൈ ഹാൻഡ് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നത്. ഒക്ടോബർ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അപ്പം ഒക്ടോബർ 15 ബാബ സമാധിയായത് എന്ന് കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഈ ബുക്ക് എൻ്റെ കയ്യിൽ എത്തിയിരിക്കുന്നത് ശനിയാഴ്ചയാണ്, ആ ദിവസം ഒക്ടോബർ 15 എന്ന്. ഞാൻ അത്യധികം അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉടനെ മാമിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാം ഒരു കാര്യം ശ്രദ്ധിച്ചോ, മാം എൻ്റെ കയ്യിലേക്ക് ഈ ബുക്ക് തന്ന ദിവസം ഒക്ടോബർ 15 അപ്പോൾ മാം എന്താണെന്നറിയില്ല, മാമിനത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം നമ്മുടെ കണ്ണൂരൊക്കെ, ഞാൻ പിന്നീടാണ് അറിഞ്ഞത്, കണ്ണൂരൊക്കെ ബാബയുടെ സമാധി ആഘോഷിക്കുന്നത് വിജയദശമി ദിവസമാണ്. ഡേറ്റിന് അവിടെ പ്രാധാന്യം കൊടുത്തതായിട്ട് ഞാൻ പിന്നീട് ശ്രദ്ധിച്ചു. പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളത് ഞാൻ പിന്നീടാണ് ശ്രദ്ധിക്കേണ്ടായത്. അപ്പോൾ മാമും അതുപോലെ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ പറഞ്ഞ ഉടനെ മാമിന് പെട്ടെന്ന് മനസ്സിലായില്ല, ഒക്ടോബർ 15 മാം ബുക്ക് തന്നിരിക്കുന്നത് എൻ്റെ കയ്യിൽ. അപ്പോൾ ആണോ, എന്താണ്, അന്ന് ബാബയുടെ സമാധി ആയിരുന്നല്ലോ മാം, ആ ദിവസമാണല്ലോ മാം എൻ്റെ കയ്യിലേക്ക് ഈ ബുക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്.
അപ്പോൾ മാം ആണ് രമ്യാസ് നന്നായി നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ പിന്നെയും ആ ബുക്ക് കയ്യിൽ വെച്ചു. അപ്പോൾ അത് വായിച്ചുകൊണ്ടിരിക്കെ, അത് അവസാന ഭാഗം വായിച്ചുകൊണ്ട് ഇരിക്കെ എനിക്ക് വേറെ ഒരു കോൾ വന്നു. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു, ആത്മീയ സുഹൃത്തെന്നോ പറയാം. അവർ എന്നെ വിളിച്ചു. എന്താണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഫോണിലില്ലാത്തത് എന്ന് അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു മിഷനിലായിരുന്നു, ഒരു ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അത് 7 ദിവസം കൊണ്ട് പാരായണം ചെയ്ത് തീർക്കണമെന്ന് പറഞ്ഞു. സായി സച്ചരിതാണത്. ഞാനത് പാരായണം ചെയ്ത് തീർക്കേണ്ട ഒരു തിരക്കിനിടയിലായിരുന്നു, അതുകൊണ്ടാണ് ഫോണിൽ കൂടുതൽ ഉണ്ടാവാതിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഓ അങ്ങനെയാണോ, സായിബാബയുടെ ഒരു മന്ദിരം നമ്മുടെ കണ്ണൂരുണ്ട്, അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോകാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ റെഡിയാണ്, പോകാൻ റെഡിയാണ്, നമുക്ക് നാളെ തന്നെ പോകാമെന്ന് അവരറിയിച്ചു. അപ്പോൾ ഉടനെ പിന്നെയും ഞാൻ എൻ്റെ മാമിനെ വിളിച്ചു. മാമിനോട് പറഞ്ഞു, മാം ഇങ്ങനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, നാളെ ബാബ മന്ദിരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വായിച്ചു തീരുമ്പോഴേക്കും അതും കൂടെ എനിക്ക് നേടാൻ പറ്റി. അപ്പോൾ മാം പറഞ്ഞു, തീർച്ചയായിട്ടും പോയിക്കോളൂ, 12 മണിക്ക് മുന്നേ തന്നെ എത്തണം, 12 മണിക്ക് ആരതിയാണ്, ആരതിയിൽ പങ്കെടുക്കണം, അതിനു മുമ്പ് എത്തിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരതിക്ക് മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം കണ്ണൂരിലെ അലവിൽ ബാബ മന്ദിരത്തിൽ എത്തിച്ചേർന്നു. ഞാൻ ആരതിയിൽ പങ്കെടുത്തു. ആരതിയിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ബാബയുടെ സ്റ്റാച്യു കണ്ടപ്പോൾ എന്നോട് എന്തെന്നറിയാത്ത ഒരു നിർവൃതിയിൽ ഞാനിങ്ങനെ നിന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ജീവൻ തുടിക്കുന്ന ഒരു പ്രതിമ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നറിയാത്ത അവസ്ഥയിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ബാബ സമാധിയായപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ എങ്ങനെയാണോ അവർക്കുണ്ടായ ഫീൽ, അതുപോലെയായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഞാൻ അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞു. ബാബ മന്ദിരത്തിൻ്റെ അകത്തു നിന്നും കരച്ചിലടക്കാൻ പറ്റാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഒരുപാട് നേരം അവിടെ നിന്ന് കരഞ്ഞ് ഞാൻ വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ബാബയുടെ സ്റ്റാച്യു. ഈ അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ച എൻ്റെ ഫ്രണ്ടിനോടും എൻ്റെ മാമിനോടും എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. അപ്പം പിന്നീട് അതിനുശേഷം ഞാൻ ഒരിക്കൽ ബാബ മന്ദിരത്തിൽ പോകാനിടയായപ്പോൾ എൻ്റെ ഓഫീസ് സ്റ്റാർ ഹെൽത്ത് ഓഫീസ് കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിലാണ്. അവിടെ നിന്ന് നമ്മുടെ അലവിലെ ബാബ മന്ദിരത്തിലേക്ക് 10 രൂപയുടെ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ബസ്സിൽ കയറി ബാബ മന്ദിരത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ 500 രൂപയുടെ നോട്ടല്ലാതെ വേറെ 10 രൂപ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ കയ്യിലുണ്ടായിരുന്ന 500 രൂപ എടുത്ത് ബസ്സിലെ കണ്ടക്ടർക്ക് കൊടുത്തു. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, ചേച്ചി ഈ ചില്ലറ ഇല്ലല്ലോ, 10 രൂപ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ കയ്യിലും പെട്രോൾ അടിച്ചത് കാരണം 500 രൂപയ്ക്ക് പോലും ചേഞ്ച് ഉണ്ടായി. അപ്പോൾ കണ്ടക്ടറുടെ കയ്യിൽ പൈസ ഇല്ലാന്ന് കണ്ടപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ലോങ് സീറ്റിലായിരുന്നു ഇരുന്നത്. അപ്പോൾ ഡ്രൈവറോട് ചോദിച്ചു, ചേഞ്ച് ഉണ്ടോ 500-ന്? ഡ്രൈവറും പറഞ്ഞു, ചേഞ്ച് ഇല്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടി മാരീഡ് ആയിരുന്നു. ആ കുട്ടി എന്നോട് ചോദിച്ചു, എന്താണ് അലവിലേക്കാണോ പോകുന്നത്, ബസ്സിൻ്റെ ടിക്കറ്റിനുള്ള പൈസയാണോ, ഇത് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി 20 രൂപ എനിക്ക് എടുത്തു തന്നു. ഞാൻ ആ 20 രൂപ കണ്ടക്ടർക്ക് കൊടുത്തു. 10 രൂപ ബാക്കി തിരിച്ചു തന്നു. അത് ഞാൻ ആ കുട്ടിക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഒപ്പം ഞാൻ പറഞ്ഞു, ഈ 10 രൂപ പിന്നീട് തരാൻ കഴിയില്ലല്ലോ, പക്ഷേ ഞാനിത് ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ പോകുന്നത് ബാബയുടെ മന്ദിരത്തിലേക്കാണ്, അലവിലെ ബാബയുടെ മന്ദിരത്തിലേക്കാണ്. ഈ ആൾക്ക് വേണ്ടി, അതായത് ഈ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ ബാബയോട് പ്രാർത്ഥിച്ചിട്ട് ആ 10 രൂപ ഞാൻ അവിടെ നിന്ന് 500 രൂപ ചേഞ്ച് ആക്കിയാൽ ആ 10 രൂപ അവിടെ ഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിച്ചോളാം എന്ന് പറഞ്ഞു ആ കുട്ടിയോട്. അപ്പം അങ്ങനെ ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി, എന്താണ് ഇങ്ങനെയൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായത്. ഒരു 500 രൂപയ്ക്ക് പോലും ചില്ലറയില്ലാതെ എന്നെക്കൊണ്ട് ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭണ്ഡാരത്തിലേക്ക് പൈസ ഇടുവിക്കുന്നു. എന്താണ് ഈ അവസ്ഥ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യം തെളിഞ്ഞു വരികയുണ്ടായി. കാരണം ചെറുപ്പകാലം തൊട്ടേ പല കാര്യങ്ങളും മറ്റുള്ളവരുടെ പല കാര്യങ്ങളും എനിക്ക് വെളിപ്പെടാറുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ എന്താണാവോ ഞാൻ ഇടപെടേണ്ടി വന്നത്, ഈ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ എന്തിനാണാവോ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വന്നത്, ഇതൊരു ഡ്രാമയാണല്ലോ
എന്തോ ഇതിന് പിന്നിലുണ്ട് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ആ പെൺകുട്ടിക്ക് വീടില്ല എന്ന്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് വീടില്ലേ എന്ന്. ആ പെൺകുട്ടി പറഞ്ഞു ഇല്ല. ഒന്ന് തിരിച്ചു നോക്കിക്കൊണ്ട് എന്നോട് ചോദിച്ചു. ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് വീടില്ല, ഞങ്ങൾക്ക് വീടില്ല, വളരെ കാലമായിട്ട് ശ്രമിക്കുകയാണ്, ഒരു വീടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാൻ ബാബാ മന്ദിരത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. ബാബാ മന്ദിരത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ബസ് സ്റ്റോപ്പ്. ഞാൻ ആ ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, പെട്ടെന്ന് എൻ്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് എൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്ത് ഞാൻ ബസ്സിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ ബാബാ മന്ദിരത്തിൽ കയറുന്നതിന് മുമ്പേ ഞാൻ കാല് കഴുകി തിരിഞ്ഞ് നടക്കവേ ഈ പെൺകുട്ടി എൻ്റെ മുന്നിൽ. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബസ് ആ സമയത്ത് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഇവിടെ വരാൻ തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എന്നാൽ നീ വരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെൺകുട്ടിയെ കൂടെ കൂട്ടി. അപ്പോൾ ആ കുട്ടി മന്ദിരത്തിനകത്തേക്ക് കയറാതിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് കയറാത്തത്? അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വരികയാണ്, ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി എൻ്റെ കൂടെ വരികയാണ് ഉണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും സത്യസായി ബാബയുടെ ഡിവോട്ടീസ് ആണ്. അവർ എപ്പോഴും മിക്കപ്പോഴും സേവനം ചെയ്യാൻ വേണ്ടി പുട്ടപർത്തിയിലേക്ക് പോവാറുണ്ടെന്ന്. അപ്പോൾ എനിക്ക് അപ്പോഴാണ് കാര്യം പിടികിട്ടിയത്, എന്നെ സത്യസായി ബാബ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ പെൺകുട്ടിക്ക് വീടില്ല, ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, നമ്മുടെ സദ്ഗുരു സായിബാബയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി. പിന്നീട് ഉണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ ഷെയർ ചെയ്യട്ടെ. ഒരു ദിവസം ഞാൻ ഇതുപോലെ ബാബാ മന്ദിരത്തിലേക്ക് പോവുകയുണ്ടായി. അവിടെ പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു വിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മുന്നിലേക്ക് ഒരു രൂപം വന്നെത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ മിക്കപ്പോഴും ഇതുപോലെയുള്ള ഒരു ഇൻറ്റ്യൂഷൻ എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു രൂപം വന്നു നിന്നത് ഒരു നന്നായിട്ടൊരു ഹൈറ്റുള്ള വണ്ണം വെച്ചിട്ടുള്ള പിന്നെ ഒരു അമ്മ, അതായത് വെളുത്ത സാരിയിട്ട് വലിയൊരു രുദ്രാക്ഷ മാലയിട്ട് ഭയങ്കര വളരെ സൈലൻ്റ് ആയിട്ട് ഉള്ള ഒരു അമ്മ എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വന്നു നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മുമ്പ് പറഞ്ഞ എൻ്റെ ആത്മസുഹൃത്തിനോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കാഴ്ച കാണുകയുണ്ടായി. ആരാണെന്ന് മനസ്സിലായിരുന്നില്ല. മിക്കപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലോ, ഇപ്പോൾ ഷിർദി ബാബയെ ഫോട്ടോയിൽ കാണുന്നു, സത്യസായി ബാബയെ കാണുന്നു, അല്ലെങ്കിൽ അമൃതാനന്ദമയി ദേവിയെ ഫോട്ടോയിൽ കാണുന്നു, അങ്ങനെ പല ഗുരുക്കന്മാരെയും നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്നു. അപ്പോൾ ഇത് ആരാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഒരു വെള്ള സാരിയിലാണെങ്കിലും ഒരു ആത്മീയ ചൈതന്യം അവരിൽ കാണുന്നുണ്ടായിരുന്നു, വലിയൊരു ചൈതന്യം കാണുന്നുണ്ടായിരുന്നു, രുദ്രാക്ഷമൊക്കെ അണിഞ്ഞിട്ട്. അപ്പോൾ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ രൂപത്തെ ഞാൻ കണ്ടു എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ കണ്ടത് മറ്റാരും അല്ല, അത് കൂടാളി യോഗിനി മാതയാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കണ്ണൂരിലെ കൂടാളിയിലുള്ള ഒരു യോഗിനി മാതയായിരുന്നു. അവർ 50 വർഷങ്ങൾക്ക് മുമ്പേ സമാധിയായി. അവരെയാണ് നിങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഈ അമ്മയുടെ ആശ്രമത്തിലേക്ക് പോകാൻ വേണ്ടി എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, ഒന്ന് നമുക്ക് അവിടെയും കൂടി പോയാലോ? പക്ഷേ ഒരു വിധത്തിലും അവരെന്നെ അവിടെ കൊണ്ടുപോകാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല. അതിൻ്റെ കാരണം പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ബാബയുടെ അടുത്ത് ചെന്നപ്പം എൻ്റെ ഈ അതിയായ ആഗ്രഹം ബാബയുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, എനിക്ക് ഈ കൂടാളി അമ്മയുടെ ആശ്രമത്തിലേക്ക് പോകണം, എന്നെ ഒന്ന് അവിടെ എത്തിച്ചു തരാമോ എന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങി കണ്ണൂർ ടൗണിലെത്തി. ഈ കൂടാളിയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ തയ്യാറെടുത്തു. കൂടുതലായിട്ട് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ബസ് കണ്ടക്ടറോട് പറഞ്ഞു, കൂടാളി എത്തിയാൽ ഒന്ന് പറയണം എന്ന്. അപ്പം ബസ് കണ്ടക്ടർ കൂടാളി എത്തിയപ്പോൾ എന്നെ അറിയിച്ചു. എങ്കിലും ബസ് സ്റ്റോപ്പിൽ നിർത്താതെ ബസ് വളരെ ദൂരെയായിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ ഞാൻ ഇറങ്ങിയപ്പോൾ ഉടനെ ബസ് സ്റ്റോപ്പിലല്ലാതെ ദൂരെ മാറിയിട്ടായതുകൊണ്ട് തന്നെ അവിടുന്ന് പോക്കറ്റ് റോഡിലേക്ക് പോകണമായിരുന്നു അത്രേ, കൂടാളി അമ്മയുടെ ആശ്രമത്തിലേക്ക്. അപ്പോൾ ഞാൻ അവിടെ കണ്ട ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ഓട്ടോ ടാക്സി കണ്ടിട്ട് അതിലെ ഡ്രൈവറോട് ചോദിച്ചു, കൂടാളി അമ്മയുടെ ആശ്രമത്തിലേക്ക് പോവാമോ എന്ന്. അപ്പോൾ ഡ്രൈവർ പോവാലോ എന്ന് പറഞ്ഞു. ഞാൻ അതിൽ കയറി അങ്ങനെ യാത്ര ചെയ്യവേ ആണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ഓട്ടോയിൽ ബാബയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ നാട്ടിൽ ബാബയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള
ഒരു വാഹനം ഞാൻ ആദ്യമായിട്ട് കാണുക. കാരണം മറ്റ് ജില്ലകളിലോ അല്ലെ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ കണ്ണൂരിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് ഈ ഒരേ ഒരു വാഹനത്തിലാണ്. ഷിർദി ബാബയുടെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഒരു ഓട്ടോ വാഹനം. അപ്പോൾ ഞാൻ ആ ഡ്രൈവറോട് ചോദിച്ചു, നിങ്ങൾ ഷിർദി ബാബയുടെ ഡിവോട്ടി ആണ് അല്ലേ? അപ്പോൾ പറഞ്ഞു, അതെ, ഞാൻ മിക്കപ്പോഴും ഷിർദിയിലേക്ക് പോവാറുണ്ട്. പോയാൽ ഒരു 3 മാസമൊക്കെ അവിടെ താമസിച്ചിട്ടേ വരാറുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ വിത്ത് ഫാമിലി ആണോ പോവാറുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ മാരീഡ് അല്ല, ഒറ്റയ്ക്കാണ്, സിംഗിൾ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാരണം ഞാൻ ബാബയോട് പറഞ്ഞ വിഷയം, ബാബ എന്നെ ഒന്ന് കൂടാളി ആശ്രമത്തിലേക്ക് എത്തിച്ചേരുമോ എന്നായിരുന്നു. അപ്പോൾ ബാബയുടെ ഡിവോട്ടി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നെ ആശ്രമത്തിലേക്ക് എത്തിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അത്യധികം സന്തോഷത്തോടെ ആശ്ചര്യത്തോടെ ഇരുന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് എന്തെങ്കിലും എനിക്ക് ഗിഫ്റ്റായിട്ട് നൽകണം എന്ന് തോന്നി. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, ആശ്ചര്യമെന്ന് പറയട്ടെ, സായി അഗർബത്തി എന്ന് പറഞ്ഞിട്ട് ഒരു അഗർബത്തി ഉണ്ടായിരുന്നു. അതിൻ്റെ 2 കവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ബത്തി. അപ്പോൾ അതെൻ്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റായി നൽകാൻ വേണ്ടി ഞാൻ കയ്യിൽ സൂക്ഷിച്ചതായിരുന്നു. ഫ്രണ്ട്, ഈ ആത്മീയ സുഹൃത്തിന് തന്നെ. അപ്പം അത് ഞാൻ ബാഗിൽ വെച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ അതിൽ 2 അഗർബത്തി ഞാൻ എടുത്ത് അവർക്ക് കൊടുത്തു. അപ്പോൾ അതിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് 1 മതി എന്ന് പറഞ്ഞ് ഒരു കവർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴാണ് ഞാൻ അവരുടെ മുഖം ശ്രദ്ധിച്ചത്. ശരിക്കും അത് ഷിർദി ബാബ തന്നെയാണ് എന്ന് തോന്നുന്ന വിധത്തിൽ അവരുടെ മുഖം ആ വിധത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോഴും വളരെ ആശ്ചര്യം തോന്നി. ഞാൻ ആശ്രമത്തിലെത്തിയെങ്കിലും അന്ന് എനിക്ക് അവിടെ കയറാനുള്ള അനുവാദം കിട്ടിയില്ല, വേറെ കുറച്ച് കാരണങ്ങളാൽ. അപ്പോൾ തിരിച്ച് എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവിട്ടതും അതേ ഓട്ടോ ഡ്രൈവർ തന്നെയായിരുന്നു. അപ്പോൾ അവരെന്നോട് പറയണ്ടായി, ഇനി വരുമ്പോഴും വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പർ കൊടുത്തു. പിന്നീട് ഞാൻ 2 തവണ, പലതവണ അവിടെ പോയി എങ്കിലും പിന്നീട് 2 തവണ പോകുമ്പോൾ ഞാൻ ഈ സെയിം ഓട്ടോയെ ഡ്രൈവറെ വിളിച്ചു. അവരെ വിളിച്ചിട്ട് അവരെൻ്റെ ഒപ്പം ആശ്രമത്തിലെത്തി എല്ലാ ആശ്രമത്തിലെ കാര്യങ്ങൾ മുഴുവൻ പരിചയപ്പെടുത്തി തന്നു. ശരിക്കും ബാബയെ പോലെ ഉണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ അവരുടെ ഫോട്ടോ ഷെയർ ചെയ്യാൻ ഇല്ല. ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെ ഷെയർ ചെയ്യായിരുന്നു. ഞാൻ ബാബയിൽ നമസ്കരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ബാബ തന്നെ എൻ്റെ ഒപ്പം എത്തിച്ചേർന്ന് എന്നെ ആശ്രമത്തിലേക്ക് എത്തിച്ചതിന് തുല്യമായിട്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാ കടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും ശ്രദ്ധയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ബാബ രക്ഷിക്കുമാറാവട്ടെ. സൈറാം, സൈറാം, സൈറാം. मेरी किस्मत में कुछ नहीं बाबा, नाम सुन कर के तेरा आया हूँ. डाल दे भीख मेरी झोली में, अब तुझे